കയ്യിലിരിപ്പ് നന്നല്ലെങ്കിൽ ഏത് നല്ല കാലവും കെട്ട കാലമാവുമെന്ന് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് നടൻ ദിലീപിന്റെ കാര്യത്തിലാണ്. സഹപ്രവർത്തകയെ ക്രൂരമായി ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നതായിരുന്നു നടൻ ദിലീപിന് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. അതോടുകൂടി ദിലീപിനെ അത്രയും കാലം നെഞ്ചിലേറ്റി നടന്നവർ തന്നെ ഒറ്റപ്പെടുത്തിയതും കുറ്റപ്പെടുത്തിയതുമെല്ലാം നമ്മൾ കണ്ടും കഴിഞ്ഞു. ഇത്രയും കാലം നടന്നതുപോലെയല്ല ദിലീപിന്റെ ഇനിയത്തെ ഭാവി എന്താവുമെന്ന കാര്യം അറിയാൻ ഇനി വെറും നാളുകൾ മാത്രം കാത്തിരുന്നാൽ മതിയെന്നാണ് വാർത്തകൾ പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ വിധി എന്താകുമെന്ന് അറിയാൻ ഇനി നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേസിന്റെ അന്തിമ വിചാരണ കഴിഞ്ഞ മാസം പൂർത്തിയായിരുന്നു. പ്രതിഭാഗം അന്തിമവാദം സംബന്ധിച്ച് കൂടുതൽ മറുപടി നൽകാൻ ഉണ്ടെന്നും അതിനാൽ സമയം വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യമാകും കോടതി ഇനി പരിശോധിക്കുക. കോടതി കൂടുതൽ സമയം അനുവദിക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷന് തങ്ങളുടെ ഭാഗം കൂടുതലായി കോടതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിധി പ്രഖ്യാപനം ഉണ്ടാവുക. 2017 കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഓടുന്ന കാറിൽ വെച്ച് പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടത്. 2 ദിവസത്തിന് പിന്നാലെ കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനി അറസ്റ്റിലുമായി. കോടതിയിൽ കീഴടങ്ങാനെത്തിയ സുനിയെ നാടകീയമായിട്ടായിരുന്നു പോലീസ് പിടികൂടിയത്. സുനി പിടിക്കപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞാണ് നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത്. ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് 85 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടക്കുകയും ശേഷം കർശന ജാമ്യ വ്യവസ്ഥകളോടെ ജാമ്യം ലഭിക്കുകയുമായിരുന്നു. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിലെ അന്തിമ വിചാരണ പൂർത്തിയായത്. പല ഘട്ടങ്ങളിലും വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി അടക്കമുള്ള മേൽക്കോടതികൾ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വിചാരണ നീണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ പബ്ലിക് പ്രോസിക്യൂഷൻ രാജിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി. 2 പ്രോസിക്യൂട്ടർമാരാണ് വിചാരണയിൽ നിന്നും പിന്മാറിയത്. മാത്രമല്ല കേസിൽ ദിലീപിനും കൂട്ടർക്കുമെതിരെ വീണ്ടും ഗുരുതര വെളിപ്പെടുത്തലുകളുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ദിലീപിനെയും പൾസർ സുനിയെയും താൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ പ്രധാന ആരോപണം. ദിലീപിൻ്റേത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള നിരവധി മൊബൈൽ സംഭാഷണങ്ങളും പുറത്തു വന്നിരുന്നു. ഇതോടെ കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയുമായിരുന്നു. അതിനിടെ കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പരിശോധിക്കപ്പെട്ടുവെന്ന കണ്ടെത്തലും വിവാദമായി. 3 തവണ മെമ്മറി കാർഡ് പരിശോധിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നിരുന്നില്ല. കേസിൽ ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉയർത്തിയ ആരോപണം നിരവധി ഹർജികൾ സമർപ്പിച്ച് വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ നടൻ ശ്രമം നടത്തുന്നുണ്ട് എന്നായിരുന്നു. ഏകദേശം 60ഓളം ഹർജികളാണ് ദിലീപ് കോടതിയിൽ നൽകിയത്. കോടതിയിലുള്ള തന്റെ പാസ്പോർട്ട് വിട്ടുകിട്ടാൻ മാത്രം 10ഓളം ഹർജികളാണ് നടൻ നൽകിയത്. വീഡിയോ ക്ലിപ്പിലെ ശബ്ദം പരിശോധിക്കാൻ, ഇരയുടെ സാക്ഷി വിസ്താരം മാറ്റിവെക്കാൻ, മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ നൽകിയ ഹർജി, രേഖകളുടെ കൂടുതൽ പകർപ്പിന് വേണ്ടിയുള്ള ഹർജി, വിചാരണ നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി, ഏറ്റവും ഒടുവിലായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ദിലീപ് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതിൽ തന്നെ പല ഹർജികളിലും കനത്ത തിരിച്ചടിയാണ് ദിലീപ് കോടതികളിൽ നിന്നും നേരിട്ടത്. പ്രതിക്ക് എങ്ങനെയാണ് CBI അന്വേഷണം ആവശ്യപ്പെടാനാകുക എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവസാനം നടൻ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് കോടതി ചോദിച്ചത്. തനിക്ക് ദിലീപാണ് കൊട്ടേഷൻ തന്നത് എന്നാണ് റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ പൾസർ സുനി വെളിപ്പെടുത്തിയത്. 1.5 കോടിയോളം രൂപയുടേതായിരുന്നു കൊട്ടേഷൻ എന്നും ഇതിൽ പകുതി പണം തനിക്ക് ലഭിച്ചിരുന്നുവെന്നും സുനി വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിലുള്ള കോടതിയുടെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അത് നടിക്ക് അനുകൂലമാണെങ്കിൽ തുറന്നു പറയാൻ പേടിച്ചത് കൊണ്ട് മാത്രം നീതി നിഷേധിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾക്കുള്ള പ്രചോദനമായിരിക്കുമെന്നത് തീർച്ചയാണ്.